ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം സലൈനിറ്റി പ്രോബ്ലംസ് കഴിഞ്ഞു, അതുപോലെ തന്നെ സോഡസിറ്റി പ്രോബ്ലംസും കഴിഞ്ഞു. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇറിഗേഷൻ വാട്ടറിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ടോക്സിസിറ്റി പ്രോബ്ലംസ്. ടോക്സിസിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ടോക്സിക് കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മേജർ കൺസേൺ ആർ സോഡിയം, ക്ലോറിൻ, ബോറോൺ. ഈ മൂന്ന് എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഇറിഗേഷൻ വാട്ടറിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാന്റിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്നത്. Toxicity results when the concentration of these elements exceeds the tolerance limits of the plants. അപ്പം ഒരു പ്ലാന്റിന് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. ഇപ്പം സോഡിയം എന്ന് പറയുന്നതാണെങ്കിലും ക്ലോറിൻ എന്ന് പറയുന്നതാണെങ്കിലും, ക്ലോറിനും ബോറോണും എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്, പക്ഷേ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ക്വാണ്ടിറ്റിയിൽ മാത്രം ഇത് മതി. അപ്പോൾ ആ ഒരു അളവിൽ കൂടുതൽ ഇത് പ്ലാന്റ്സിന് കിട്ടുകയാണെങ്കിൽ അത് ടോക്സിസിറ്റി കോസ് ചെയ്യും. അപ്പം ആ ഒരു ലെവലിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ്, കോൺസെൻട്രേഷൻ എക്സീഡ് ചെയ്യുമ്പോഴാണ് വെള്ളത്തിൽ ഈ എലമെൻസിൻ്റെ കോൺസെൻട്രേഷൻ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വെള്ളം ടോക്സിക് ആണ് എന്ന് പറയുന്നത്. Leaf burn, scorch and dead tissue along the sides of outside edge of the leaves are typical symptoms which occur in older leaves. And boron concentration as little as 0.6 milligram produce toxicity to irrigation water. അപ്പം എന്തൊക്കെയാണ് ടോക്സിസിറ്റി സിംറ്റംസ് എന്ന് പറയുന്നത്? ലീഫ് ബേൺ, ലീഫ് കത്തിക്കരിഞ്ഞ പോലെ നിൽക്കും. ലീഫ് സ്കോർച്ച് എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കരിഞ്ഞത് പോലെ നിൽക്കും. ഒന്നെങ്കിൽ അതിൻ്റെ അറ്റമായിരിക്കും, അല്ലെങ്കിൽ നടുഭാഗം മിഡ്രിബിൻ്റെ പോർഷനായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊള്ളി നിൽക്കുന്നത് പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂസ്, കറുത്ത് പുള്ളി ഡെഡ് ടിഷ്യൂസും അതിൻ്റെ ഔട്ടർ എഡ്ജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദീസ് ആർ ദ ടിപ്പിക്കൽ സിംറ്റംസ് ഓഫ് ടോക്സിസിറ്റി. ഇതെല്ലാം കാണുന്നത് ഓൾഡർ ലീവ്സിലായിരിക്കും. പിന്നെ ബോറോണിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഇറിഗേഷൻ വാട്ടറിൽ 0.6 മില്ലിഗ്രാം ആണെങ്കിൽ പോലും അത് ടോക്സിക് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഫ്രീക്വൻറ്റ് ഇറിഗേഷൻ വഴി മാനേജ് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സോലുബിൾ കാൽസ്യം സോൾട്ട്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ റിഡ്യൂസ് ദ ടോക്സിസിറ്റി ഓഫ് സോഡിയം. നമ്മൾ സോഡസിറ്റി പഠിച്ചപ്പം പറഞ്ഞു, സോഡിയത്തിൻ്റെത് എല്ലാം വരുന്നത് സോഡസിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്ലെൻഡിങ് ഓഫ് വാട്ടർ സപ്ലൈസ്, പ്ലാന്റിംഗ് ലെസ് സെൻസിറ്റീവ് ക്രോപ്സ്, ഇംപ്രൂവിങ് ഡ്രെയിനേജ് കണ്ടീഷൻസ് ആൻഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഇതെല്ലാമാണ് നമുക്ക് ടോക്സിസിറ്റി മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് ക്രോപ്സ്. അപ്പം ഓരോ ക്രോപ്പിനും അതിൻ്റേതാവശ്യമായിട്ടുള്ള അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജസ്, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഇറിഗേഷൻ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ക്രോപ്പ് വൈസ് ഡീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രോപ്പ്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ്. അപ്പം നിങ്ങൾക്കറിയാം, റൈസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ളൊരു ക്രോപ്പാണ് റൈസ് എന്ന് പറയുന്നത്. സോ ദ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് റൈസ് ഇസ് ഹയർ ദാൻ അതർ ക്രോപ്സ്. കണ്ടിന്യൂസ് ലാൻഡ് സബ്മർജൻസ് to rice crop is practiced due to associated major advantages of relatively less weed management problems and increased availability of certain nutrients. ഇപ്പം നമ്മൾ അറിയാം, നിങ്ങൾ നെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നെല്ല് വളർത്തുമ്പം നമ്മൾ നെല്ല് കൃഷി ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നിലത്തിൽ വെള്ളം ഉണ്ടാവും, അല്ലേ? ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ ആ വാട്ടർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതാണ് സബ്മർജൻസിലാണ് നമ്മൾ റൈസ് ക്രോപ്പ് വളർത്തുന്നത്. Then panicle initiation to heading is the critical stage of water deficit. കേട്ടല്ലോ? അപ്പോൾ പാനിക്കൽ ഇനിഷ്യേഷൻ, റൈസ് ക്രോപ്പിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പാനിക്കൽ ഇനിഷ്യേഷൻ സ്റ്റേജ് മുതൽ അത് ഹെഡിങ് സ്റ്റേജ് വരെയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് വാട്ടർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ വാട്ടർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ദി റിക്കമെൻഡഡ് ഇറിഗേഷൻ പ്രാക്ടീസസ് ഫോർ ലോ ലാൻഡ് റൈസ്. എന്തൊക്കെയാണ് ഇറിഗേഷൻ പ്രാക്ടീസസ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന്, ഫോർ ട്രാൻസ്പ്ലാന്റിംഗ്, puddle field should be drained to retain a shallow depth of submergence 2 centimeter at planting. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സബ്മർജൻസ് ആണെങ്കിൽ പോലും 2 സെൻറ്റിമീറ്ററിൽ മാത്രമേ പാടത്ത് വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ.
അത് നമ്മൾ അറിയാം. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ആ ഒരു 2 സെൻറ്റിമീറ്റർ വെള്ളം മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി വെക്കുന്ന നെല്ല് മൊത്തത്തിൽ മുങ്ങിപ്പോവും. അങ്ങനെ വരാതെ ജസ്റ്റ് ആ ഒരു ഫിലിം ഓഫ് വാട്ടർ വരുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ വാട്ടർ മസ്റ്റ് ബി മെയിൻറ്റെയിൻ ടു എ ഡെപ്ത് ഓഫ് 5 സെൻറ്റിമീറ്റർ ഫോർ 3 to 4 days ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ ആ ഡെപ്ത് 5 സെൻറ്റിമീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഷാലോ ഡെപ്ത് ഓഫ് 2 സെൻറ്റിമീറ്റർ ഡെപ്ത് ഈസ് അഡിക്വേറ്റ് അപ് ടു പാനിക്കൽ ഇനിസിയേഷൻ. പാനിക്കൽ ഇനിസിയേഷൻ വരെ ടില്ലറിങ് സ്റ്റേജിലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാനിക്കൽ ഇനിസിയേഷൻ സ്റ്റേജ് വരെ ആ ക്രോപ്പിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഡെപ്ത് മതി. പക്ഷേ നമുക്കത് ഫീൽഡിൽ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ പ്ലാന്റിൻ്റെ ആവശ്യം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഡ്രെയിൻ ചെയ്ത് കളയും, ഇടയ്ക്ക് നല്ലപോലെ വെള്ളം കയറ്റും. നമ്മളത് അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഫ്രം പാനിക്കൽ ഇനിസിയേഷൻ ടു ഹെഡിങ് മെയിൻറ്റെയിൻ 5 സെൻറ്റിമീറ്റർ ലാൻഡ് സബ്മർജൻസ്. അത് നിർബന്ധമാണ്. പ്ലാന്റിൻ്റെ പാനിക്കൽ ഇനിസിയേഷൻ വന്ന് കഴിഞ്ഞാൽ തൊട്ട്, അതായത് പോളിനേഷൻ്റെ സമയം തൊട്ട് കതിര് വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ 5 സെൻറ്റിമീറ്റർ വാട്ടർ ലാൻഡിൽ മെയിൻറ്റെയിൻ ചെയ്യും. For fertile heavy soils, mid-season drainage is recommended at late tillering for 2 to 3 days. And the field must be drained gradually 20 days after full flowering stage for achieving higher milling. അത് കഴിഞ്ഞിട്ട് ഹെഡിങ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ലാൻഡിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. എല്ലാ ഫ്ലവേഴ്സും വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം മൊത്തം ഡ്രെയിൻ. ഹാർവെസ്റ്റിൻ്റെ സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാവില്ല. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഹൈ മില്ലിംഗ് പെർസെൻറ്റേജ് കിട്ടത്തുള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കതിര് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ലോ ലാൻഡ് റൈസിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റ് ക്രോപ്പ്. ടില്ലറിങ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു സോയിൽ മോയ്സ്ചർ അവൈലബിലിറ്റി അറ്റ് ദി CRI. ഓക്കെ, ടില്ലറിങ് സ്റ്റേജിൽ ഉള്ള സോയിൽ മോയ്സ്ചർ അവൈലബിലിറ്റി ക്രിട്ടിക്കലാണ്. Number of grains per year and the grain size is reduced drastically due to inadequate soil moisture at the flowering and milk formation stages leading to low grain yield. അപ്പം ഏതൊക്കെ സ്റ്റേജസ് ആണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്? ഒന്ന് അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജും അതുപോലെ തന്നെ മിൽക്കിംഗ് സ്റ്റേജും. ഈ 2 സ്റ്റേജസ് ആണ് ഈ ക്രോപ്പിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേജിൽ വെള്ളം ഇല്ല എന്ന് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഇയറിലുള്ള, അതിൻ്റെ ഇയർ എന്നാണ് കതിരിന് പറയുന്നത്, ഇയർ എന്നാണ്. അപ്പോൾ ഇയറിലുള്ള ഗ്രെയിനിൻ്റെ എണ്ണവും കുറയും, അതുപോലെ തന്നെ ഓരോ ഗ്രെയിനിൻ്റെ സൈസും കുറയും, വിച്ച് ലീഡ്സ് ടു അ ലോ ഗ്രെയിൻ ഈൽഡ്. ഇതാണ് അവിടെ ഗോതമ്പിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. Then 4 to 6 irrigations are needed for optimum yield under different wheat environments. 4 to 6 irrigations ആണ്. നമ്മൾ വീറ്റിൻ്റെ സബ്മർജൻസ് ആവശ്യമില്ല, നില ഉണങ്ങിയ നിലമായിരിക്കും, പക്ഷേ വെള്ളം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇറിഗേഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ഇറിഗേഷൻ ഈസ് ഗിവൺ അറ്റ് ദി CRI സ്റ്റേജ്, ദാറ്റ് ഈസ് 20 to 25 days ആഫ്റ്റർ സോയിൽ. CRI എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാമേ. അപ്പം ആദ്യത്തെ സ്റ്റേജാണ് CRI സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വിതച്ച് കഴിഞ്ഞ് 20 മുതൽ 25 ദിവസം ആകുന്ന സമയമാണ് ഈ CRI സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആദ്യത്തെ ഇറിഗേഷൻ കൊടുക്കുന്നത്. അതർ ഇറിഗേഷൻ ഷുഡ് ബി ഗിവൺ അറ്റ് ലേറ്റ് ടില്ലറിങ്, ലേറ്റ് ജോയിൻറ്റിങ്, ഫ്ലവറിങ്, മിൽക്ക് ആൻഡ് ദ ഡവ് സ്റ്റേജസ്. Okay, the water requirement of wheat crop ranges from 400 to 600 millimeter in different critical stages of wheat for varying irrigations. If available water is for only one irrigation, it should be applied at a CRI to tillering stage. If 2 irrigation is possible, 1 at CRI and other at flowering, and 3 extra at the milky stage for high yields. അപ്പം വീറ്റിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇറിഗേഷൻ കൊടുക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കൊടുക്കേണ്ടത് ആദ്യത്തെ, അതായത് 20 to 25 days ആഫ്റ്റർ സോയിങ് ആണ് CRI സ്റ്റേജിൽ. അത് 2 ഇറിഗേഷൻ പോസിബിൾ ആണെങ്കിൽ ആദ്യത്തേത് CRI സ്റ്റേജിൽ കൊടുക്കുക, രണ്ടാമത്തേത് അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിൽ കൊടുക്കുക. ദെൻ 3 ഇഫ് എക്സ്ട്രാ ഒരെണ്ണം കൂടി പറ്റുവാണെങ്കിൽ മിൽക്കി സ്റ്റേജിൽ അടുത്ത ഇറിഗേഷൻ കൊടുക്കുക ഫോർ ഗെറ്റിംഗ് ഹയർ ഈൽഡ്സ്. ഓക്കെ, ഇപ്പോൾ ഈ 3 സ്റ്റേജസ് ആണ് ക്രിട്ടിക്കൽ സ്റ്റേജസ് എന്ന് പറയുന്നത്.
ഈ 3 സ്റ്റേജസിൽ ഉറപ്പായിട്ടും വെള്ളം കൊടുത്തിരിക്കണം. ബാക്കി സ്റ്റേജസിൽ നമുക്ക് വെള്ളം ഉള്ളതുപോലെ, അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ഉള്ളതുപോലെ കൊടുക്കുക. നെക്സ്റ്റ് ക്രോപ്പ് ബാർലി. It is grown commonly as rain-fed crop because of low water requirement. ബാർലിക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഡ്രൗട്ട് ടോളറൻറ്റ് ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് റെയിൻ-ഫെഡ് ആയിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നത്. If one irrigation is available, it is given at the active tillering stage, that is 30 to 85 days after sowing. If 2 irrigations are available, extra at the flowering stage. അപ്പം ടില്ലറിംഗ് സ്റ്റേജും ഫ്ലവറിംഗ് സ്റ്റേജിലുമാണ് നമ്മൾ ബാർലിക്ക് മെയിനായിട്ട് വാട്ടർ കൊടുക്കുന്നത്. നെക്സ്റ്റ് മെയ്സ് ക്രോപ്പ്. It is susceptible to both excess water and the water stress. ഇപ്പം മെയ്സിന് അധികമാകാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. എന്നാലും ഇത് കുറേയൊക്കെ വാട്ടർ ടോളറൻ്റ് ആണ്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെള്ളം കുറവുള്ള ഏരിയാസിലൊക്കെ സക്സസ്ഫുള്ളി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് മെയ്സ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് നെവർ അലോ വാട്ടർ ടു സ്റ്റാൻഡ് ഇൻ മെയ്സ് ഫീൽഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ഗ്രോ. അപ്പം ഒരു കാരണവശാലും സ്റ്റാൻഡിങ് വാട്ടർ ഉണ്ടാവാൻ പാടില്ല. മെയ്സിൻ്റെ ഫീൽഡിൽ സ്റ്റാൻഡിങ് വാട്ടർ ഉണ്ടാവാൻ പാടില്ല. അതായത് വാട്ടർ ഒരിക്കലും വാട്ടർ ലോഗിങ് അലൗഡ് അല്ല. വാട്ടർ ലോഗിങ് വരികയാണെങ്കിൽ മെയ്സ് ക്രോപ്പ് ചീഞ്ഞു പോകും. സോ മെയ്സ് ക്യാൻ ടോളറേറ്റ് ഹെവി റെയിൻ വിത്ത് സ്യൂട്ടബിൾ ഡ്രെയിനേജ്. നല്ല ഡ്രെയിനേജ് ഉള്ള സോയിലാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഹെവി റെയിൻസിന് അത് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The most critical stage for irrigation is the flowering period, including the tasseling, silking and pollination. ടാസലിംഗ് എന്ന് പറയുന്നത് മെയിൽ പാർട്ടിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ മെയിൽ ഫ്ലവറിന് പറയുന്ന പേരാണ് ടാസൽസ്. അപ്പോൾ ടാസൽസ് ആയിരിക്കും ആദ്യമേ ഒരു മെയ്സ് ക്രോപ്പിൽ ടാസൽസ് ആയിരിക്കും ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിൽക്കിംഗ് സ്റ്റേജ്. സിൽക്കിംഗ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫീമെയിൽ ഫ്ലവറിന് പറയുന്ന പേരാണ് സിൽക്ക്. അപ്പോൾ ടാസ്ലിംഗ് സ്റ്റേജിലും സിൽക്കിംഗ് സ്റ്റേജിലും പോളിനേഷൻ കണ്ടീഷൻ സ്റ്റേജ്, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പോളിനേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ 3 സ്റ്റേജസിലാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. മെയ്സ് ക്യാൻ ടോളറേറ്റ് വാട്ടർ ഡെഫിസിറ്റ് ഡ്യൂറിങ് ദി വെജിറ്റേറ്റീവ് ആൻഡ് ദി റൈപ്പനിങ് സ്റ്റേജ്. വെജിറ്റേറ്റീവ് സ്റ്റേജിലും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ റൈപ്പനിങ് സ്റ്റേജിലും അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് മെയ്സ് ക്രോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ വാട്ടർ ലോഗിങ് ഷുഡ് ബി അവോയ്ഡഡ് അറ്റ് ദ ഫ്ലവറിംഗ് ആൻഡ് ദ ഗ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഒരു കാരണവശാലും വാട്ടർ ലോഗിങ് ഉണ്ടാവാൻ പാടില്ല. ഇറിഗേഷൻ ഷെഡ്യൂൾഡ് അറ്റ് ദ IW, ഇറിഗേഷൻ വാട്ടർ ഡിവൈഡഡ് ബൈ CPE ratio is equal to 1.2 during establishment, at 0.75 during vegetative phase and at 1.2 during ഫ്ലവറിംഗ് ആൻഡ് 0.5 അറ്റ് മെച്യൂരിറ്റി. IW/CPE റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളവിടെ തിരിച്ചു പോയി നോക്കിയാൽ മതി. ഇൻ ലൈറ്റ് സോയിൽസ് റിക്വയർ 8 ഇറിഗേഷൻസ് ആൻഡ് ഇൻ ഹെവി സോയിൽസ് ഇറ്റ് റിക്വയർ 6 ഇറിഗേഷൻസ്. ഇതൊക്കെ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ. അപ്പം ഇത്രയുമാണ് മേജർ ക്രോപ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കുറേ ക്രോപ്സും കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു.